അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറച്ച് നമ്മൾ പയർ നട്ടതാണിത്. അപ്പോൾ ഈ കയറുണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളിത് പന്തലിലോട്ട് വളർത്താനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ കവറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഗ്രോ ബാഗ്. അപ്പം മറ്റേ ഗ്രോ ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം എല്ലാം. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഗ്രോ ബാഗാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമുക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എബിൻ വിശദമായിട്ട് പറയാം. ഞാൻ രണ്ടുപേരുടെ പറഞ്ഞുതരാം. ക്രിയേറ്റർ എന്നാണ് ഇതേപോലുള്ള ഒരു ഗ്രോ ബാഗിൻ്റെ പേര്. അങ്ങനെയാണ് ഇവരുടെ കമ്പനിയുടെ പേര്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഗ്രോ ബാഗ് മാതിരി തന്നെയാണ്. പക്ഷേ ഇവിടെ താഴെ ഒരു ഹോള് മാതിരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് റൗണ്ട് സാധനമാണ്. ഇവിടെ താഴെ ഒരു കയർ വെച്ച് കെട്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അവരിതിന് പല പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇവർ എന്താണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് അവർ തന്നുകൊണ്ട് നമ്മൾ ഇതെങ്ങനെ ഇതിനകത്ത് നിറയ്ക്കാം, എങ്ങനെ ഇതിനകത്ത് നടാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം. സാധാരണ നമ്മൾ ഗ്രോ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതാണ്ട് ഇതേപോലെ ഇരിക്കും. ഇത് 50 റുപ്പീസാണ് ഇതിന്. 15 രൂപയും. ഇതിന് മാർക്കറ്റ് 60-40 എങ്ങാണ്ടല്ലേ കറക്റ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്യുന്നില്ല, അതുകൊണ്ട് കറക്റ്റ് റേറ്റ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലിരിക്കും. നമ്മൾ സാധാരണ ഇതേപോലത്തെ ഉള്ളതിൽ നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കീറിപ്പോകാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കീറിപ്പോകുന്നതോ അങ്ങനെ വളവും ചരിവും ഒന്നുമില്ല, കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ താഴെ നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന ഗ്രോ ബാഗിനകത്ത് അത് കറക്റ്റായിട്ട് സീൽ ചെയ്തേക്കുന്നതായിരിക്കും. ഇതങ്ങനെ സീലൊന്നുമല്ല, ഒരു ചരട് വെച്ച് ഇവർ കെട്ടി വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ വലുതാക്കാം. സ്കേർട്ടിൻ്റെ രൂപത്തിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എത്ര ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇത് ടൈറ്റും ചെയ്യാം. അതിൻ്റെ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും അകത്ത് തങ്ങി നിൽക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് എത്ര ടൈറ്റ് വേണമെങ്കിലും ആക്കാമെന്നുണ്ട്. ഇത് ടൈറ്റാക്കി ഇതിങ്ങനെ കെട്ടി വെക്കുക. അതുകൂടാതെ തന്നെ ഇനി വേറെ കുറേ ഗുണമുണ്ടെന്ന് അവർ പറഞ്ഞു. എല്ലാം നമുക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല, എന്ന് വെച്ചാൽ നമ്മളല്ലല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചെയ്ത കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറയുവാണ്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്താലോ എന്താ പറയുക കൂടുതൽ നമ്മൾ മണ്ണ് നിറച്ചാലോ ഒന്നും ഈ സാധനം ചരിഞ്ഞൊന്നും പോകത്തില്ല. ഇത് കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ, ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, നല്ല ഷേപ്പിലായിരിക്കും. അതുകൂടാതെ തന്നെ ഇങ്ങനെ അകത്തുനിന്നൊരു കയർ നമ്മൾ ഇട്ടിട്ട് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കണമെന്നാണ് അവർ നമുക്ക് പറഞ്ഞു തന്നെ. എന്ന് വെച്ചാൽ പയറൊക്കെ പടർന്നു വരുമ്പോഴേ നമ്മൾ ഇതൊരു സപ്പോർട്ടാണ്. ഇത് നമുക്ക് മേലോട്ട് അങ്ങ് പടർത്തി കൊടുക്കാം. അപ്പോഴും ഇതങ്ങ് കെട്ടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് കമ്പ് കുത്തിയോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാലോ മഴയത്തൊക്കെ നിന്ന് കുറേ വെള്ളം ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ആ വെള്ളം ഇതിനകത്ത് എക്സ്ട്രാ കിടക്കുന്നതെല്ലാം ഈ ഹോളിൽ കൂടെ അങ്ങ് പുറത്ത് ചാടും. ഇതിപ്പം മഴ പെയ്താലും ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകില്ല. മറ്റേ ഈ ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്കിങ്ങനെ വളഞ്ഞു പോകും. ഇത് ആ ഒരു ഷേപ്പ് കിട്ടുന്നില്ല. പക്ഷേ രണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലാണ് നമ്മൾ ഇതുവരെ നട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറ്റമൊന്നും പറയല്ല, രണ്ടും നല്ലത് തന്നെ. ഇത് നമുക്ക് എന്തായാലും നമുക്കത് പരീക്ഷിച്ച് നോക്കാം. ഞാനിത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വളഞ്ഞൊന്നും ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതിനകത്ത് ഇനി മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെ നടുന്നതെന്നൊക്കെ മമ്മി കാണിച്ചു തരും. അപ്പോൾ അത് നമുക്ക് കാണാം. അതാണ്ട് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കവറിനകത്ത് എന്താ കരിയില ഇട്ട് വെച്ചിരിക്കുകയാണ്. ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ വള്ളി നമ്മളിങ്ങനെ നടുക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. അത് സൈഡിലോട്ടൊന്നും കളയാതെ ഇങ്ങനെ നടുക്ക് തന്നെ വെച്ചേക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പൊക്കി എടുക്കണമെങ്കിലും അതൊരു സപ്പോർട്ടാണ്. നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി ഒരു സപ്പോർട്ടുമാണ്. ഇങ്ങനെ പിടിച്ചിരുന്നാൽ മാത്രം മതി. എന്നിട്ട് ഇതിനകത്ത് കരിയിലയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഭാഗത്തോളം കരിയില നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് മണ്ണ് നിറച്ച് കൊടുക്കണം. ഞാനിപ്പം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കുമ്മായവും കൂടെ എടുത്തിട്ടുണ്ട്. ജൈവവളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പം നമ്മളൊരു പാവൽ കൃഷി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് കരുതിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണെടുക്കുന്നു. ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ നല്ല കറുത്ത മണ്ണാണ് ഇവിടെ, നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പ്രാവശ്യം ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ കുമ്മായം കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് ഇതിന് അളവൊന്നും നോക്കാറില്ല കേട്ടോ. ഒരു ഏകദേശ രൂപത്തിൽ ഞാൻ അങ്ങ് എടുക്കാറേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ജൈവവളമൊന്നും ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല. ഇത് ചാരവും ഇട്ടിട്ടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നിറയ്ക്കാം.
25 കവർ അവർ കൊണ്ട് നമുക്ക് തന്നിരുന്നു. അതിനകത്ത് കുറച്ച് എണ്ണത്തിൽ നമ്മൾ പയറൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത രീതി വരുന്നുണ്ട്. നിറച്ചങ്ങ് കോരിയെടുക്കേണ്ട കാര്യമല്ല, നമ്മളൊരു പകുതി ഭാഗത്തോളം നിറയ്ക്കുക. പിന്നെ നമുക്ക് വളമൊക്കെ ഒഴിച്ച് നമ്മൾ നടുന്ന അരി കിളിച്ച് വരുമ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചരട് ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു പകുതി ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കയർ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതിനകത്തോട്ട് ഒരു പ്ലാസ്റ്റിക് കയറാണിത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു സപ്പോർട്ട് ഒരു കയറും കൂടെ കൊടുത്തിട്ട് നമ്മൾ ആ പന്തലിലോട്ട് അങ്ങ് കയറ്റി വിട്ടാൽ മതി. പിന്നെ പ്രത്യേകിച്ച് കമ്പൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല ബലത്തിൽ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്കിത് അതിനകത്ത് എന്തെങ്കിലും വിത്ത് നമുക്ക് നടണം. ഇങ്ങനെയാണ് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. മറ്റേ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുള്ളവർ ഐ ബട്ടൺ നോക്കുക, അതിൽ ഇട്ടിരിക്കാം. ഒരു പുതിയ ടൈപ്പ് കവർ ആയതുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറച്ച് നമ്മൾ പയർ നട്ടതാണിത്. അപ്പോൾ ഈ കയറുണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളിത് പന്തലിലോട്ട് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റേ ഗ്രോ ബാഗിനകത്ത് കമ്പ് കുത്തി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ പച്ച ബാഗിനകത്ത് നമ്മൾ നട്ടതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല എത്ര മഴ പെയ്താലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. കണ്ടില്ലേ, നല്ല ബലത്തെ ഇങ്ങനെ ഇരുന്നോളും. നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് പയ്യെ പറയാൻ പറ്റത്തുള്ളൂ ഇത് എത്രമാത്രം സക്സസ് ആണെന്നുള്ളത്. പക്ഷേ ഇത്രയും കണ്ടെടുത്തോളം ഇതിന് യാതൊരു കുഴപ്പമില്ല, നല്ലതുപോലെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ചരട് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു കുറച്ച് കയറും കൂടെ കൊടുത്തിട്ട് നമ്മളിത് നമ്മുടെ പന്തലിനകത്തോട്ട് അങ്ങ് കെട്ടി കൊടുത്തിരുന്നാൽ മതി. ഈ വള്ളിയിലൂടെ ഇത് വള്ളി വീശി, ഇപ്പം വള്ളി വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കയറി അങ്ങ് വന്നോളാം. ഈ ഗ്രോ ബാഗിൻ്റെ ശരിക്കുള്ള വില നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുള്ളിക്കാരൻ്റെ ഇപ്പം കണ്ണൂരിൽ നിന്നാണ് അവർ നമുക്കിത് കൊണ്ട് തന്നത്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ നമ്മൾ അതിനകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ സംഭവം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നോർമൽ ഗ്രോ ബാഗ് താണ്ട ഈ ഒരു ഷേപ്പായി മാറും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ കീറാൻ തുടങ്ങും, ഇതിൻ്റെ ഷേപ്പ് എല്ലാം മാറും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ആ ഷേപ്പ് വ്യത്യാസം വന്നിട്ടില്ല. നല്ല മഴയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ഒരു ഷേപ്പ് വ്യത്യാസമില്ല, നല്ല സ്ട്രോങ് മെറ്റീരിയലുമാണ്. പിന്നെ നമ്മൾ നോർമൽ ഗ്രോ ബാഗ് പ്ലാസ്റ്റിക് കൊണ്ടല്ല, ഇതൊരു പ്ലാസ്റ്റിക് അല്ല, ഇത് വേറെ എന്തോ ചാക്കുമാരിയുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് എത്ര മണ്ണും ഇതിനകത്ത് ഇടാം. പിന്നെ സംഭവം മറ്റേതിനെ കഴിച്ച് സ്ട്രോങ് ആണ്. നമ്മൾ പരസ്യം പറയുന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ ചെയ്ത് ഇത് വെച്ച് പറയുവാണ് ഇച്ചിരി സ്ട്രോങ് ആണ്. നമ്മൾ നോർമൽ 15 രൂപയുടെ സാധനത്തിനൊക്കെ ഇത് ഇച്ചിരി സ്ട്രോങ് ആണ്. ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ പുള്ളിക്കാരൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് തന്നേക്കാം. നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. പുള്ളിയുടെ കണ്ണൂരിൽ നിന്നാണ് പുള്ളി വന്ന് നമുക്ക് ഈ സാധനം തന്നിട്ട് പോയത്. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പുള്ളി ഇത് തന്നത്. അപ്പോൾ ഇതങ്ങനെ കടയിലൊന്നും വിൽക്കുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ സാധനം കൊള്ളാൻ രസമുണ്ട്. പിന്നെ പച്ച കളറൂടെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു രസമുണ്ടല്ലേ കാണാൻ. പിന്നെന്താണ്, പിന്നെ ഇത് രണ്ടും നമ്മി ഒരുമിച്ച് വെച്ചുള്ള കമ്പാരിസണിലൂടെ ഇനി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ നോർമൽ ഗ്രോ ബാഗിനകത്ത് പയർ നട്ടിരിക്കുന്നത്. ഇതിൽ കുഴപ്പമുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗ്രോ ബാഗ് തന്നെയാണ് ഇത്. എന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് 1-2 പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴത്തേ ഇത് പോകും. മറ്റേതൊരു 3 വർഷമൊക്കെ ഈട് നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ കമ്പ് കുത്തി കൊടുക്കണം. മറ്റേതിനകത്ത് നമ്മൾ കയറ് കെട്ടി കൊടുത്തിരുന്നാൽ മതി. ഇതും നല്ലത് തന്നെയാണ്, അതും നല്ലത് തന്നെയാണ്. അപ്പം ഒന്നും കമ്പാരിസൺ ചെയ്ത് അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിന് 15 രൂപയേ ഉള്ളൂ. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളയാനേ പറ്റുള്ളൂ. മറ്റേത് അവർ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പ്രാവശ്യം ഞാൻ ഗ്രോ ബാഗിനകത്തൂടെ കുറച്ച് പയർ നട്ടിരുന്നു. എന്തായാലും അത് വലിയ കുഴപ്പമില്ലാതെ, മഴയാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള പയറും പിടിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഏതാണ്ട് രാസവളം ചേർക്കുകയാണെന്ന്. ഒരു രാസവളം ഇതിനകത്ത് ചേർക്കാറില്ല, ഞാൻ രാസവളം വാങ്ങാറുമില്ല. അതുകൊണ്ട് നല്ല ഒന്നാം തരമായിട്ട് പയർ, ഒരു പ്രത്യേക ഇനം പയറാണ് കേട്ടോ. ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു പയറിൻ്റെ വിത്തായിരുന്നു. ഇത് എൻ്റെ വീട്ടിലെ പള്ളിയിൽ നിന്ന് വിതരണം ചെയ്ത പയറിൻ്റെ അരിയാണിത്. പക്ഷെ നല്ലതുപോലെ എൻ്റെ ആങ്ങളയുടെ വരി തന്നെയായിരുന്നു, നന്നായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. നല്ലതായിട്ട് അത് ഞാൻ ആദ്യം പിടിച്ചത് 3-4 എണ്ണം വിത്തിന് നിർത്തിയിരിക്കുക. കണ്ടില്ല, ഇത് വിത്തിന് നിൽക്കട്ടെ എന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ 2 ഗ്രോ ബാഗിൻ്റെയും വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമുക്ക് എപ്പോഴും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രം. പക്ഷേങ്കിൽ ഇച്ചിരി പൈസ ചിലവാക്കിയാൽ കുറച്ച് നാളും കൂടെ നിൽക്കുന്ന ഗ്രോ ബാഗാണ് മറ്റേതെന്നുള്ളത് മാത്രം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗ്രോ ബാഗിലെ കൃഷിയും ഗ്രോ ബാഗിനെ കുറിച്ചുള്ള വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഗ്രോ ബാഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ പുള്ളിക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേരെങ്കിലും കൃഷിയിലോട്ട് വരണം. ഒത്തിരി പേരിങ്ങനെ കൃഷിയിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും കുറച്ചെങ്കിലും ആവട്ടെ നമ്മളൊരു കൃഷി ചെയ്ത് നമ്മളുടെ എല്ലാ ജോലി തിരക്കിനിടയ്ക്കും നമുക്കിനൊരു ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസമാണത്. നമ്മുടെ ജോലി തിരക്കിനിടയിൽ ടെൻഷനൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നന്ദി, നമസ്കാരം. മഴയൊക്കെ പെയ്ത് പറമ്പിലെല്ലാം നല്ലതുപോലെ പുല്ലൊക്കെ വളർന്നതുകൊണ്ട് അമ്മണിയും മക്കളെയൊക്കെ ഇങ്ങോട്ട് പറമ്പിൽ അഴിച്ചു കെട്ടിയിരിക്കുക. അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ബ്രൂണോയും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. വല്ല പട്ടികളൊക്കെ വന്ന് കൊച്ചുങ്ങളെങ്ങാനും ആക്രമിച്ചാലും ബ്രൂണോയും കാവലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. അവനും അത്യാവശ്യം പോച്ചയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അവനും വയറ്റിന് നല്ലതാണ് പോച്ചയൊക്കെ തിന്നുന്നത്.